ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ക്രോഷ്യ ഡെക്കോർ സീരീസിൻ്റെ ആദ്യത്തെ ഐറ്റത്തിൻ്റെ ട്യൂട്ടോറിയൽ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യുന്ന ഈ ബെല്ലാട്ടോ. ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇത്തവണ വിചാരിക്കുന്നത് എൻ്റെ ക്രിസ്മസ് ട്രീ ഫുള്ള് ക്രോഷ്യറ്റ് ഐറ്റംസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ടോ, ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചിരുന്ന ഈ ബെല്ല എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ വീക്ക്ലി ഒരു ഇതുപോലെ ഡെക്കോറിൻ്റെ ഓരോ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വേണമെങ്കിൽ ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, ഞാൻ എടുത്തേക്കണ യാണ് ഹരാന അക്രോ കാട്ടയാണെന്ന് വെച്ചാൽ 50% കോട്ടൺ 50% അക്രലിക്. അപ്പോൾ ഈ യാണ് എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ മാജിക് സർക്കിൾ ഉണ്ടാക്കും, നോർമലി ഉണ്ടാക്കുന്ന പോലെ കണ്ടോ. ഇനി ചെയ്യേണ്ടത് ഈ ഹുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ഇങ്ങനെ എടുത്തു ട്വിസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മാജിക് സർക്കിൾ റെഡിയായി. ഇനി ചെയ്യേണ്ടത് ഒരു ചെയിൻ ഇടാം. ഇവിടെ ഒരു ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് 6 സിംഗിൾ ക്രോഷ്യ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 ഓക്കെ, 6 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ അറ്റം ഇങ്ങനെ വലിച്ചു കഴിയുമ്പം ഇതിൻ്റെ ഈ റിങ് മാജിക് സർക്കിൾ ക്ലോസ് ആയി പോവും കണ്ടോ. അപ്പോൾ അത് ക്ലോസ് ആയിപ്പോയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഹുക്ക് ഇവിടേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇതാ ഇവിടെ ഇതാട്ടോ ഫസ്റ്റ് സ്റ്റിച്ച്, സോറി ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അതിൻ്റെ അടിയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ കേട്ടോ. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി ഒരു സ്റ്റിച്ച് മാർക്കർ ഇവിടെ വയ്ക്കാം. ഫസ്റ്റ് തന്നെ കണ്ടോ ഇങ്ങനെ വെച്ചു. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ കണ്ടോ. ഇതിൻ്റെ അടിയിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, അതിൻ്റെ അടിയിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. ഇൻക്രീസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി അവിടെ തന്നെ ഒരെണ്ണം കൂടി കൊടുത്തു. ഇനി അടുത്തതിൻ്റെ അടിയിലേക്ക് 2 എണ്ണം, 1 2. പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ അടിയിലേക്കും 2 എണ്ണം, 1 2. ഇതിൻ്റെ അടിയിലേക്ക് 2 എണ്ണം, 1 2. ഇവിടെ 2 എണ്ണം, 1 2. ഇനി ലാസ്റ്റ് 1 ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അടിയിലും 2 എണ്ണം, 1 2. കണ്ടോ. ഇതിങ്ങനെ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് അടഞ്ഞു പോക്കോളൂ കേട്ടോ, ക്ലോസ് ആവും. ലാസ്റ്റ് ചെയ്താലും മതി ഇത്. ഇനി ചെയ്യേണ്ടത് അടുത്ത റോയിൽ വരുമ്പം നമുക്ക് ഇത് വലിച്ചിട്ട് ഇപ്പുറത്ത് വയ്ക്കാം സ്റ്റിച്ച് മാർക്കർ. എന്നിട്ട് ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് അടുത്ത റോയിൽ കേട്ടോ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ് ഇവിടുത്തെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 1 വരുമ്പം ഇൻക്രീസ് കൊടുക്കുന്നു, എന്ന് വെച്ചാൽ 2 എണ്ണം, 1 2. 2 എണ്ണം കൊടുത്തു. ഓക്കെ, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു ഇൻക്രീസ്, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു ഇൻക്രീസ്, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയായി. ഇനി ഇത് ഊരിയിട്ട് ഇവിടെ വയ്ക്കാം. ഈ ഹോൾ ഏറ്റവും ലാസ്റ്റ് അടച്ചാലും മതി കേട്ടോ, ടൈറ്റ് ചെയ്ത് വലിച്ച് മുറിക്കാലും മതി. ഇവിടെ വെച്ചു. ഇനി ഇപ്പോൾ ഇത് നമ്മൾ 3 റോ ചെയ്തു. ഫസ്റ്റ് 1 6 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇവിടെ ഇൻക്രീസ് എല്ലാത്തിലും. തേർഡ് 1 ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. ഇനി ചെയ്യേണ്ടത്, നമുക്ക് എത്രയാണോ ബെല്ലിന് സൈസ് വേണ്ടത് അത്രയും റോയിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ കൊടുത്തു പോകണം. ഇനി വരുന്ന ഒരു 5 റോ മിനിമം ചെയ്യണം, എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇത് നോക്കൂ, ഇങ്ങനെ ബെൻഡ് ഇവിടെ വരെ നമ്മളിപ്പോൾ ചെയ്തത്, ഇവിടെ വരെ. ഇനി ഇതിങ്ങനെ എത്ര റോ വേണം, നിങ്ങൾക്ക് ബെല്ലിൻ്റെ സൈസ് വേണമെന്നനുസരിച്ച് അത് കൂട്ടി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 റോ ചെയ്യും മിനിമം, എന്നിട്ട് സൈസ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ റോ കൂട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, വേറെ ഒന്നും ചെയ്യാനില്ല. എല്ലാ സ്റ്റിച്ചിലും
ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു പോവാം. അങ്ങനെ ഒരു 5 or 6 റോ ചെയ്യണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെറുതെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വളയണം കണ്ടോ. അപ്പോൾ ഇത് ഉള്ളിലേക്കല്ല അപ്പുറ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ അത് അങ്ങോട്ടേക്ക് ബെൻഡായി പോയിക്കോളും. അങ്ങനെ ഒരു 5-6 റോ ചെയ്യാം കേട്ടോ. ഒരു റോ ഇതാ ഇങ്ങനെ ചെയ്തു പോകണു. അങ്ങനെ ഒരു 5 റോ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഒന്നും ചെയ്യാനില്ല, കണ്ടിന്യൂസ് എല്ലാ റോയിലും സിംഗിൾ ക്രോഷ്യ കൊടുത്ത് അങ്ങ് പോവാം. സ്ലിപ്പ് സ്റ്റിച്ചൊന്നും കൊടുക്കണ്ട. ഒരു എന്താ പറയുക, ഒരു ചെറിയതായിട്ട് കേള് പോലെ അങ്ങനെ സ്പൈറൽ പോലെ സ്പ്രിങ്ങിൻ്റെ പോലെ വരികയത് ഇതിൻ്റെ സ്റ്റിച്ച്. പക്ഷേ അത് കുഴപ്പമില്ല, അത് അത്ര വിസിബിൾ ആയിരിക്കില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങ് ചെയ്തങ്ങ് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഞാനിതിൽ സ്റ്റിച്ചൊന്നും എണ്ണണമൊന്നുമില്ല, അങ്ങനെ ചുമ്മാ അങ്ങ് ചെയ്തു പോവാണ്. ഇതിന് എത്രയാണോ പ്രിഫേർഡ് സൈസ് അത്രയും എത്തുന്നവരെ കേട്ടോ. അപ്പോൾ അത്രയുമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ ഞാനൊരു 6 റോ ചെയ്തു കേട്ടോ ഇവിടെ. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇവിടെ വരുമ്പം നെക്സ്റ്റ് റോ വരുമ്പം ഇവിടെ ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം. ഒന്നും ഇൻക്രീസും ഡിക്രീസും ഇല്ലാത്ത 6 റോ കേട്ടോ. അതിപ്പോൾ എനിക്ക് എൻ്റെ ബെല്ലിൻ്റെ സൈസ് ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ നീളത്തിലുള്ള ബെല്ല് വേണമെങ്കിൽ ഒരു 2 റോയിൽ കൂടിയൊക്കെ ചേർക്കണതിന് കുഴപ്പമില്ല കേട്ടോ. ഇനി ചെയ്യേണ്ടത് അടുത്ത റോ വരുമ്പം ഒരു സിംഗിൾ ക്രോഷ്യ നമുക്ക് പതുക്കെ ബെൻഡ് ചെയ്യണമല്ലോ, ഇതിനിങ്ങനെ വളഞ്ഞു വരണമല്ലോ ഇവിടേക്ക്. ഈ റോ ആട്ടോ ചെയ്യണേ. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തുകൂടെ. അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ എന്ന് വെച്ചാൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം. ഇതാ 2 എണ്ണം കൊടുത്തു. ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ എന്താ 2 എണ്ണം, 1 പിന്നെ 2. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഇൻക്രീസ്, 2 എണ്ണം കൊടുത്തു. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അതുപോലെ ഈ റോങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇതാ കണ്ടോ എൻ്റെ ബെല്ലപ്പോൾ ഇത്ര ആയിട്ടോ. ഇനി ചെയ്യേണ്ടത് നമുക്ക് യാണിൻ്റെ ഷെയ്ഡൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുള്ള് ക്രിസ്മസ് ട്രീയിൽ ചെയ്യുന്നത് വൈറ്റ്, ഓഫ് വൈറ്റ്, റെഡ് ഈ കോമ്പിനേഷനിലുള്ള ഷെയ്ഡ്സ് മാത്രമേ വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഗ്രീൻ വയ്ക്കുന്നില്ല, കാരണം ട്രീ ഗ്രീൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഗ്രീൻ ചെയ്താലും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ലുക്ക് കിട്ടില്ല. അപ്പോൾ റെഡ് വൈറ്റ് തീമിലായിരിക്കും ഞാൻ ക്രിസ്മസ് ട്രീ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യേണ്ടാവുക. അപ്പോൾ അതായി ഞാൻ റെഡ് ഷെയ്ഡ് എടുത്തു കേട്ടോ. എന്നിട്ട് ഇതിനെങ്ങനെ പുള്ളി ചെയ്ത് ഇതിലേക്ക് കയറ്റിയിട്ട് ഈ അറ്റത്തെ ഈ ആണങ്ങ് മുറുക്കി വലിച്ചപ്പോൾ അത് ടൈറ്റാവും. എന്നിട്ട് ഇതിനെങ്ങനെ പതുക്കെ വലിച്ച് കറക്റ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലേക്കും, അപ്പോൾ ഇനി വൈറ്റ് യാണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വൈറ്റ് യാൺ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കാരണം ഞാൻ ഈ റെഡ് വെച്ച് എൻഡ് ചെയ്യുള്ളൂ, ഇനി വേറെ യാണിൻ്റെ ആവശ്യമില്ല വൈറ്റ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ബാലൻസ് യാണ് ഇതിനോട് ചേർത്ത് പിടിക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം എല്ലാ സ്റ്റിച്ചിലും. ഓക്കെ, അപ്പോൾ അതിനിതാ ഇവിടെ യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക്, അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ മുറുക്കി പിടിക്കുക കേട്ടോ. ഈ 2 ബാലൻസ് യാണ് മുറുക്കി പിടിക്കുക. എന്നിട്ട് 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചെടുക്കുക. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യായി. ഇതിൽ 1 എണ്ണം കേട്ടോ സെമി അക്രിലിക് ഉള്ളൂ. റെഡ് 100% കോട്ടനെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അക്രിലിക് എടുക്കണമെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടം അത് എടുക്കാം. ബിഗിനേഴ്സിന് അക്രിലിക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. വീണ്ടും യാൺ ഓവർ ചെയ്തു. അടുത്ത സ്റ്റിച്ച് ഇതാണ്. ഇതിൻ്റെ അടിയിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് വെച്ചാൽ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. പിന്നെ ഇതിനെ വലിച്ചെടുക്കാം. 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യായി. വീണ്ടും യാൺ ഓവർ ചെയ്തു. ഇതിൻ്റെ അടിയിൽ കൂടെ പോയി പുള്ളി ചെയ്തെടുത്തു. 3ൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചു, ഹാഫ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ സ്റ്റിച്ചിൻ്റെ അടിയിലേക്കും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ഈ സ്ട്രാൻഡ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിപ്പോക്കോളും. പിന്നെ ബാലൻസ് ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കണ്ടോ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, ഇനി ഇത് ഇങ്ങ് ഫിനിഷ് ചെയ്യുക. എല്ലാത്തിൻ്റെയും ചുറ്റും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. യാൺ ഓവർ ചെയ്തു, പോയി 3ൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചെടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്തു. കണ്ടോ, ഇങ്ങനെ ഈ റോങ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എന്താ ഇപ്പോൾ കണ്ടോ, ഞാനിത് ചെയ്ത് ഇവിടെ വരെ എത്തി. ഇനി ഒരു സ്റ്റിച്ചും കൂടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെയും കൂടി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുവാണ്. എന്നിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് വെട്ടിക്കളയാം. യാൺ കട്ട് ചെയ്തിട്ട്
ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് പുള്ള് ചെയ്ത് ടൈറ്റാക്കാം. കണ്ടോ, ടൈറ്റാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു സ്റ്റാർട്ട് ചെയ്തല്ലോ നമ്മൾ, ആ ഒരു നൂലൂടെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബെല്ലിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, പെട്ടെന്ന് ചെയ്ത് കഴിയും, നല്ല ഭംഗിയുമാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ഫുൾ ഇവിടെ റെഡ് ചെയ്തിട്ട് ബോർഡർ വൈറ്റ് കൊടുക്കാം. പിന്നെ ഞാൻ നോക്കും, ഇവിടെ റെഡിന് ഞാൻ കൊടുത്തത് എങ്ങനെയാണ്, ഗോൾഡൻ വെച്ചിട്ടാട്ടോ ബോർഡർ കൊടുത്തത്. ഒരു ഫുൾ ഈ റോ ഇത്രയും ചെയ്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഇങ്ങനെയാണ് പോണത് ചെയ്യണമെങ്കിൽ 4 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, വീണ്ടും 4 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ഇൻക്രീസ് അങ്ങനെയുള്ള രീതിയിൽ ഫുള്ള് ചെയ്തു പോയി. ഇനി ഇവിടെയൊക്കെ അത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും ഗോൾഡൻ വെച്ച് നിങ്ങൾക്ക് ബോർഡർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡ് ചെയ്തതിന് പകരം ഗോൾഡൻ യാൺ വെച്ച് ചെയ്യാം. പക്ഷേ ഈ ഗോൾഡൻ യാൺ അത്ര നല്ലതല്ല. എനിക്ക് ശരിക്കും ക്രോഷ്യ ചെയ്യാൻ പറ്റിയ ഗോൾഡൻ യാൺ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നോർമൽ ഒരു യാൺ വെച്ചാൽ ചെയ്തത്, പക്ഷേ കൊള്ളില്ലാത്ത യാണാണ്. എന്നാലും ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇത് നല്ല കോമ്പാക്റ്റ് സൈസിലുള്ള ബെല്ലാണ്. ഇഷ്ടപ്പെട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ വേറൊരു ഡെക്കോർ ട്യൂട്ടോറിയലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു.